രാവിലെ തന്നെ കുളിച്ചു മാറ്റി പുറപ്പെട്ട് എങ്ങോട്ടാന്നല്ലേ? അതെ, ഞങ്ങളെ ഹോസ്റ്റലിൽ ഇന്ന് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഓണസദ്യ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് വാഴേൻ്റെ ഇലയൊക്കെ വെട്ടി ഞാനും മോനും കൂടെ ഹോസ്റ്റലിലേക്ക് പോവാണ്. മോന് എക്സാമാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. ഹോസ്റ്റലും മോൻ്റെ സ്കൂളും അടുത്തടുത്ത് തന്നെയാണ്. അപ്പം മോനെയും കൂട്ടി ഞാൻ അവന് സദ്യ കഴിച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ട് ചെന്നാക്കാവുന്ന ദൂരേ ഉള്ളൂ. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഞാൻ കൊണ്ടാക്കും. അതുകൊണ്ട് അവനെയും കൂട്ടി അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് മൂഴിക്കലിലുള്ള ഫേമസ് ബേക്കറിയിലേക്കാണ്. അവിടുന്ന് നമുക്ക് ശർക്കരപ്പേരിയും വറുത്തപ്പേരിയും വാങ്ങിക്കണം സദ്യയിലേക്കുള്ള. ഞാൻ കഴിയുന്നതും ബേക്കറി സാധനങ്ങളൊക്കെ ഫേമസ് ബേക്കറിയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഇവിടുത്തെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ബ്രെഡൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കും. അപ്പം നമ്മൾ വാങ്ങിച്ചിട്ട് ഇനി അടുത്ത് നമ്മൾ നേരെ പോകുന്നത് MR ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് മൂഴിക്കലിലെ. അപ്പം സദ്യയിലേക്ക് വേണ്ട 1-2 സാധനങ്ങൾ കൂടി വേണമെന്ന് പറഞ്ഞ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാര, പപ്പടം, പഴം. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ MRലേക്ക് വന്നാണ്. ഞാൻ വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ ഉള്ള സാധനങ്ങൾ MRന്ന് തന്നെയാണ് എടുക്കാറുള്ളത്. അവിടെ സദ്യേൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പായസം ഞാൻ പോയിട്ട് വെക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോവുകയാണ് ഹോസ്റ്റലിലേക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് വാഴേൻ്റെ ഇലയും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ കുറേ വീടുകളിൽ ഫുൾ വാഴ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ഇലയൊക്കെ വെട്ടിയിട്ടൊക്കെയാണ് പോയത്. എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കുക, മാസം ഒരു വരുമാനം. ഇതൊക്കെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ സാധിച്ചെടുത്തത് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഒരാൾ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അമ്മയാണ് ഫുൾ ഈ ഹോസ്റ്റൽ തുടങ്ങാനും ഇതിപ്പോൾ നിലനിന്ന് പോകുന്നതും ഫുൾ കൈകാര്യം അമ്മയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോസ്റ്റലിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ശ്രീചേച്ചി, സജിന. ഇവർ രണ്ടുപേരാണ് നമ്മളെ ഹോസ്റ്റലിൽ ഹെൽപ്പിന് വരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ എത്തി തുടങ്ങിയിട്ടോ. അവർക്ക് 12:30 ആകുമ്പോഴേക്കും ഒരുവിധം കുട്ടികൾ എത്തി. അവർക്ക് 1:30 ആകുമ്പോഴേക്കും എക്സാമിന് പോകാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അനിയത്തിയും മോനും വന്ന് മോൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ അവൾ കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളെ സദ്യയിലുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. എല്ലാ സാധാരണ ഉള്ള പോലെ തന്നെ, പക്ഷെ അതിൽ കാളനും ഓലനും ഇല്ല. പിന്നെ ശർക്കരപ്പേരി, വറുത്തപ്പേരി, ഉപ്പേരി, പച്ചടി, അവിയൽ, സാമ്പാർ, കൂട്ടുകറി, പുളിശ്ശേരി, പഴം, പപ്പടം, രസം. അപ്പോൾ ഇതാ പായസം. നമ്മളെ താഴെ നമുക്കൊരു ഹോസ്റ്റലുണ്ട്, അവിടെയാണ് നമ്മളെ കിച്ചൺ. അവിടുന്ന് പായസമൊക്കെ എടുത്തിട്ട് വരികയാണ് കുട്ടികൾ. അപ്പോൾ ഇവരൊക്കെയാണ് ഒരു വർഷമായിട്ട് നമ്മളെ കൂടെയുള്ള മക്കൾ. ഇവരൊക്കെ പല സ്ഥലങ്ങളിൽ, പല വടകര, വയനാട്, കൊല്ലം, തലശ്ശേരി, അങ്ങനെ പല സ്ഥലത്ത് നിന്ന് വരുന്ന മക്കളാണ്. പല കോഴ്സുകൾ പഠിക്കുന്നവരാണ്. JDT കോളേജിൽ വെള്ളിമാടുകുന്ന് B.Pharm, ഫിസിയോതെറാപ്പി, നഴ്സിംഗ്, അങ്ങനെ പല കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പം ഒരു വർഷമായിട്ട് നമ്മളെ മക്കളാണ് അവർ. അപ്പോൾ ഇതാ മോൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള താമസിക്കുന്ന കുട്ടികളാണ് ഇവർ. അപ്പോൾ ഇവരും ഉണ്ടായിരുന്നു നമ്മളെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ഇപ്പോൾ 1:30 ആകുമ്പോഴേക്ക് എക്സാമിന് പോകണം. അപ്പോൾ ഇതിനിടയിൽ കൂടെ എനിക്ക് അവരെ കൊണ്ടാക്കണം സ്കൂളിലേക്ക്. ഇപ്പോൾ ഒരാളിവിടെ പായസമൊക്കെ കുടിച്ചിട്ട് പോകുന്നുണ്ട്. പായസത്തിൻ്റെ നുണച്ചി കേട്ടോ. പായസം വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ഗ്ലാസ് എന്തായാലും 30 അങ്ങ് അകത്താക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീഡിയോസ്, ഓണസദ്യേൻ്റെ വീഡിയോസ്. ഞാൻ കുറേ ആയിട്ട് വീഡിയോസും റീൽസും ഒന്നും ഇടാറില്ല. എനിക്ക് ഓണത്തിൻ്റെ എക്സാമിൻ്റെ തിരക്കും, പിന്നെ ഞങ്ങളെ കുടുംബത്തിലൊരു മരണം കാര്യങ്ങളൊക്കെ വന്നപ്പം പിന്നെ കുറച്ചായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, റീൽസ് കാണുക. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. ഒരു ലൈക്കൊക്കെ ഇടുന്നതിനൊന്നുമില്ല, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, ഒരു ലൈക്കൊക്കെ തരിക. അപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളെ സദ്യ പരിപാടികളൊക്കെ കഴിഞ്ഞ് മോനും മോൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.